ഗുഡ് ഈവനിങ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡിന്റെ യൂണിറ്റ് 1 രണ്ടാമത്തെ സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എടുത്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോമിയോ ഡോക്ടറെ കഥയാണ് കാണുക. വൈക്കം മുഹമ്മദ് ബഷീർ എത്ര ഹാസ്യ രൂപത്തിലാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കഥ ഇന്നലെ എവിടെ നിർത്തിയത്? ഇങ്ങനെ ഡോക്ടർ ഒരു വീട്ടില് ക്ലിനിക് ചെറിയൊരു വാടക വീട്ടിലാണ് താമസം. അവിടെ റൂം ചെറിയ റൂമാണ്. അതിൽ ഡോക്ടറുടെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ക്ലൈമറ്റ്, ഹോട്ട് സമ്മർ. ആൻഡ് പിന്നെ എന്തൊക്കെയാണ് ആ റൂമിൽ ഇലക്ട്രിഫൈഡ് അല്ല, നല്ല ചൂട് കാരണം ഡോക്ടർ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ റൂമിൽ പിന്നെ കുറെ മുഖത്തൊരു പുഞ്ചിരി വെക്കും, മീശ എപ്പോഴും ഉണ്ടാവും. പിന്നെ എന്താണ്, ഷേവ് ഡെയിലി ചെയ്യും. പിന്നെ എന്താ ചെയ്യണത്? പിന്നെ ഞാൻ കല്യാണം കഴിക്കും, കഴിച്ചിട്ട് കഴിക്കണ പെൺകുട്ടി തടിച്ച തെറ്റ് പിന്നാലെ ഓടാൻ പറ്റരുത്. ആ കുട്ടിയും ഡോക്ടർ ആയിരിക്കണം. അത്യാവശ്യം മെഡിക്കൽ പ്രാക്ടീസ്, നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസിലുള്ള ഒരു കുട്ടിയായിരിക്കണം. അപ്പൊ ഇത്രയൊക്കെ കാര്യം ഡിസിഷൻസ് എടുത്തിട്ടാണ് ഡോക്ടർ ഈ കണ്ണാടിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. റബ്ബർ ട്യൂബ്. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു പാമ്പ് എന്താണ് കസാലമേ വന്ന് ഇരിക്കുന്നുണ്ട്. തിരിയിലും കസാലമേ വന്ന് ഇരിക്കലും പിന്നെ പാമ്പ് പെട്ടെന്ന് എഴഞ്ഞ് അയാളുടെ തോളില് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ അയാളുടെ ഏത് കൈയുമേ വന്നിരിക്കുന്നത്? ഇന്നലെ എടുത്തത് ലെഫ്റ്റ് ആം അല്ലെ, ലെഫ്റ്റ് ബിലോ ദ എൽബോ അല്ലെ, എൽബോയിലാണ് ഇരിക്കുന്നത്. അത് മുറുക്കി കോയിൽഡ് പറഞ്ഞ എങ്ങനെയാണ്? ഹോട്ട് മോൾട്ടൻ. മോൾട്ടൻ പറഞ്ഞാല് ഇങ്ങനെ ഉരുക്കി ഇതാക്കിയ പോലെ, റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ. അങ്ങനെ ഒരു റോഡ് നമ്മൾ തീയില് ഇട്ടിട്ട് ചൂടുണ്ടാകും, അതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പാമ്പ് ചുറ്റിയിട്ടുണ്ട്, അതുപോലെ വേനിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് കാണാം പാമ്പിന് ഈ ചിത്രത്തിൽ കാണാം എങ്ങനെയാണ് പാമ്പ് ചുറ്റിന് റൈറ്റ് ആൻഡ് ബിലോ അബവ് ദ എൽബോ. എൽബോ പറഞ്ഞാൽ മുട്ടിന്റെ മുകളിലാണ് ചുറ്റിയിട്ടുള്ളത്, ടൈറ്റ് ആയിട്ട്. അപ്പൊ പാമ്പിന് 2 തരമായിട്ട് വിശേഷിക്കും. ഒന്ന് റബ്ബർ ട്യൂബും, ഒന്ന് ഹോട്ട് മോൾട്ടൻ റോഡ്. റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ. ഇതുവരെ നമ്മൾ ഇന്നലെ നിർത്തിയത്. കുഞ്ഞു നോക്കാം. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. സോ നൗ ദ ഡോക്ടർ ഈസ് സിറ്റിംഗ് ലൈക്ക് എ സ്റ്റോൺ. കസാലമ എങ്ങനെയാണ്? ഒരു കല്ല് പോലെ ഇരുന്ന് ശ്വാസം വിടാതെ ഇരിക്കുകയാണ്. അപ്പോ ഒരു സ്ലൈറ്റസ്റ്റ് ചെറിയൊരു മൂവ്മെന്റ് വെച്ചാലും എന്ത് സംഭവിക്കും? പിന്നെ പാമ്പ് സ്ട്രൈക്ക് മീ മീൻസ് കൊത്തും. അവിടെ ചിഹ്നം കണ്ടോ? എക്സ്ക്ലമേഷൻ മാർക്കാണ്. അപ്പൊ അതിനെന്താ പറയാ? ആശ്ചര്യം. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ആ മാർക്ക് കണ്ടോ? അതിനെന്താ പറയാ നമ്മള്? എക്സ്ക്ലമേഷൻ മാർക്ക്. ഡെത്ത് എന്താണ്? മരണം. ഡെത്ത് പറഞ്ഞ എന്താണ്? മരണം. ഡെത്ത് lurked 4 inches away. ലർക്ഡ് പറഞ്ഞാൽ ആരോ എനിക്ക് വേണ്ടി കാത്ത്, സീക്രട്ട് ആയിട്ട്. ലർക്ഡ് മീൻസ് രഹസ്യമായ ആരോ കാത്തിരിക്കണേ. 4 ഇഞ്ചിന്റെ വിട്ട് നിൽക്കാണ്. ആര്? മരണം ഇങ്ങനെ കാത്തു നിൽക്കാണ്. എങ്ങനെ? പാമ്പ്. ഞാൻ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ പാമ്പിനെ കൊത്തും. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്. വിചാരിക്കുക പാമ്പ് കൊത്തിയാല്. ഇതൊക്കെ ഇരുന്ന് ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ്. സ്ട്രൈക്കിന്റെ പാസ്റ്റ് ആണ് സ്ട്രക്ക്. അപ്പോ സപ്പോസ് ഇറ്റ് സ്ട്രക്ക് പറഞ്ഞാ ഇന്നെ കൊത്തിയാൽ എന്താണ്? വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. ഡോക്ടർ ആണ്. എന്നിട്ട് പറയാം എന്ത് മെഡിസിൻ? അപ്പൊ പാമ്പിനെ കൊത്തി കഴിഞ്ഞാൽ ഏത് മെഡിസിനാ കഴിക്കുക?
There was no medicines in the room. ഡോക്ടറെ പറഞ്ഞിട്ട് കാര്യം, ക്ലിനിക്കിലാണ് എല്ലാ മരുന്നുകളും വെച്ചിട്ടുള്ളത്. അപ്പൊ റൂമിൽ ഒരു മരുന്നുമില്ല. ഇപ്പൊ പാമ്പ് ഇന്നിപ്പോ കൊത്തി കഴിഞ്ഞാൽ മരുന്നിന് എന്ത് ചെയ്യും? I was but a poor, foolish and stupid doctor. സ്വയം അയാളെ കുറിച്ച് പറയാണ്, ഞാൻ പാവപ്പെട്ട ഒരു വിഡ്ഢിയായ ഒരു ഡോക്ടറാണ്, ബുദ്ധൂസാണ്. എന്താണ്, അത്യാവശ്യം മരുന്നുകളൊക്കെ ഇവിടെ വെക്കണ്ടേ? I forgot my danger and smiled feebly at myself. I forgot, ഞാൻ മറന്നു. ഫോർഗെറ്റിന്റെ പാസ്റ്റ് ആണ്. Forgot my danger, ഞാൻ ആ സമയത്ത് അതിന്റെ എന്താണ് ഡേഞ്ചർ, എന്തോ ഒരു ഇത് വരുന്നുണ്ട്, ഡേഞ്ചർ വരുന്നുണ്ട്. ആൻഡ് സ്മൈൽഡ്, ദുർബലമായ ഞാൻ ചിരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല. I forgot my danger and smiled feebly at myself. എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കണ ആ ഡേഞ്ചർ, അത് എനിക്ക് മനസ്സിലായി. അത് കുറച്ചു നേരത്തെ ഞാൻ മറന്നു. പിന്നെ ഞാൻ ഫീബിളി, ദുർബലമായ ഒരു ചിരി എൻ്റെ മുഖത്ത് വന്നു. അപ്പോ എന്റെ കാര്യം ആലോചിച്ച് എനിക്ക് തന്നെ എന്നോട് എന്താണ്, ഞാനൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണ്. പിന്നെ എനിക്ക് എന്നോട് തന്നെ എന്നെ കണ്ടിട്ട് തന്നെ ഞാൻ ചിരിച്ചു. എന്താണ്, അത്യാവശ്യ നേരത്തിൽ ഒരു മെഡിസിൻ ഈ റൂമിൽ ഇല്ല. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. എന്താണ്, എനിക്ക് തോന്നുന്നു ദൈവം അത് അംഗീകരിച്ചു, അഭിനന്ദിച്ചു എന്നെ. ആ ഒരു അഭിമാനം into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror. അപ്പൊ കുറച്ചു നേരത്തിന് ഞാൻ അഭിമാനിച്ചു. എന്താണ്, the snake turned its head. കുറച്ചു നേരത്തിന് തല അങ്ങനെ തിരിച്ചു. It looked into the mirror. അതിന്റെ റിഫ്ലക്ഷൻ നമ്മള് വെളിച്ചം എന്തിനു കാണാം? ഇപ്പൊ പാമ്പ് ഇങ്ങനെ ചുറ്റിയപ്പോ ഒന്ന് തിരിഞ്ഞപ്പോൾ എന്താണ്, ഇതിന്റെ പ്രതിബിംബം ഗ്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും, മിററിൽ. ഇപ്പൊ എന്താണ് ചുറ്റിയിരുന്നു? ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. എന്താ കണ്ടത്? അതിന്റെ പ്രതിബിംബം കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. ഞാൻ പറയാണ്, അവകാശപ്പെടുകയാണ്. എന്താണ്? I do not claim that. ഞാൻ അവകാശപ്പെടുന്നല്ല, ഇത് ആദ്യത്തെ സ്നേക്കാവും, പാമ്പാവും കണ്ണാടിയിൽ അവനവന്റെ പ്രതിബിംബം കണ്ടിട്ടുണ്ടാവുകയാണ്. വേറെ ഒരു പാമ്പും കണ്ടിട്ടുണ്ടാവില്ല. Was it admiring its own beauty? കണ്ണാടി നോക്കിയപ്പോ പാമ്പ ഇത് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോ ഭംഗി കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയാണോ പാമ്പ്? ഡോക്ടർ വിചാരിക്കുകയാണ്. Was it trying to make an important decision? ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഒക്കെ എടുത്തു. എന്തൊക്കെയാണ്? ഞാൻ പുഞ്ചിരി വയ്ക്കും, മീശ വളർത്തും, ഷേവ് ചെയ്യും, ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുന്ന തടിയുള്ള ഡോക്ടർ ആയിരിക്കും. അപ്പൊ അതുപോലെ ഞാൻ കുറെ ഡിസിഷൻ എടുത്ത പോലെ പാമ്പും ഡിസിഷൻസ് എടുക്കുകയാണ്. എന്താണ്? അബൌട്ട് ഗ്രോയിങ് എ മുസ്റ്റാച്ച്. മീശ വളർത്താനുള്ള തീരുമാനം എടുക്കുകയാണോ പാമ്പും? ഓർ യൂസിങ് ഐ ഷാഡോ ഓർ മസ്കാര. അപ്പൊ ഐ ഷാഡോ പറഞ്ഞാൽ കണ്ണിന്റെ മുകളിലൊക്കെ തേക്കണില്ല മസ്കാര, നമുക്ക് ഓരോ ക്രീംസ് ഇതൊക്കെ കൺമഷി പോലത്തെ. ഓർ വിയറിങ് എ വെർമോണി സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്. വെർമോണിയാണ് കൺമഷിയോട് കുത്തോ നമ്മൾ സിന്ദൂരത്തിന് പൊട്ടൊക്കെ ഇടില്ല, അത് തന്നെ ഉദ്ദേശിക്കുന്നത്. വെർമിലിയൻ സ്പോട്ട്, അപ്പൊ അതിന് പൊട്ടിനാണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ഇറ്റ്സ് ഫോർഹെഡ്. ഫോർഹെഡ് പറഞ്ഞാൽ നെറ്റിമേ പൊട്ടിക്കുന്ന ഇടുന്ന ആലോചിക്കുകയാണ്, എങ്ങനെ ഞാൻ എന്റെ ഭംഗി കൂടുതൽ വർദ്ധിപ്പിക്കുക, അതിനെ കുറിച്ച് ചിന്തിക്കട്ടാണോ പാമ്പെന്ന് ആലോചിക്കുകയാണ്. അപ്പോ ഇവിടെ പാമ്പ് ചുറ്റി എന്താണ് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞപ്പോ പാമ്പിന്റെ റിഫ്ലക്ഷൻ ആണ് മിററിൽ കണ്ട. മിററിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പാമ്പ്. അപ്പോ ഡോക്ടർ പറയാണ്, ആദ്യമായിട്ട് ഒരു പാമ്പ് എന്താണ് സ്വന്തം റിഫ്ലക്ഷൻ ഇതില് കണ്ടിട്ടുണ്ടാവുള്ളൂ എന്ന്.
കണ്ണാടിയിൽ. അങ്ങനെ എന്താണ് പാമ്പ് ഇതുപോലെ ഓരോ ഡിസിഷൻ എടുക്കുകയാണ് എങ്ങനെ ഞാൻ ഭംഗി വരുത്തേണ്ടതെന്ന്. I did not know anything for certain. So the doctor, he's seeing the mirror, the snake and the mirror. I did not know anything for certain. എനിക്കൊന്നും അറിയില്ല എന്താണ് ഈ പാമ്പിന്റെ വിചാരം, പാമ്പ് എന്ത് കണ്ടിട്ടാണ് കണ്ണാടി നോക്കി നിൽക്കുക. വാട്ട് സെക്സ്, സെക്സ് പറഞ്ഞത് ഏതാണാണോ പെണ്ണാണോന്നും അറിയില്ല പാമ്പ്. ഇവിടെ ഡോക്ടർ 2 കാര്യം പറയുന്നുണ്ട്. മീശ വളർത്താൻ was the snake. Was it made male or female? Male പറഞ്ഞ ആണ്, ഫീമെയിൽ പറഞ്ഞ പെണ്ണ്. ഏത് സെക്സ് ആണ്? മെയിൽ ആണ്. I will never unbound means എങ്ങനെയാണ് എന്റെ കൈ എന്താവും ഇഴഞ്ഞ്, അത് ഇപ്പൊ ചുറ്റിയിട്ടല്ലിരിക്കുന്നു, കോയിൽഡ് അല്ലേ, അത് തന്നെത്താൻ ഇഴഞ്ഞ് പോകുന്ന അറിയില്ല. അപ്പോ സ്നേക്ക് ആണോ ഇറ്റ്സ് മൈ ആം സ്ലോലി സീതേർഡ്. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്താണ് പാമ്പ് തന്നെത്താൻ തന്നെ എന്റെ കയ്യിൽ ചുറ്റിയിട്ട്, കോയിൽഡ് സ്നേക്ക് തന്നെത്താൻ അൺവൗണ്ട് മീൻസ് തന്നെത്താൻ, നമ്മൾ ചിറ്റിനെ വൗണ്ട് പറയും, ചിറ്റി ഇങ്ങനെ പോരാണ്, ഇഴഞ്ഞ് എന്ത് ചെയ്തു, സ്ലിതേർഡ് ഇഴഞ്ഞ്, ഇൻ ടു മൈ ലാപ്പ്, മടിത്തട്ടിലേക്ക് ലാപ്പിലേക്ക് ഇഴഞ്ഞു പോയി. കയ്യുമെന്ന്, കയ്യിൽ ലെഫ്റ്റ് ആമെന്ന് തന്നെത്താൻ എന്താണ് ഇഴഞ്ഞ് എവിടേക്ക്, മടിയിലേക്ക് ഇഴഞ്ഞു പോയി. ലാപ്പ് പറഞ്ഞ മടി. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു പാമ്പ് കയ്യുമെന്ന് ഇറങ്ങി എന്താണ് മടിത്തട്ടിൽ ഇരിക്കുക, വന്ന് ഇന്ന് നമ്മൾ ആലോചിക്കാൻ വയ്യ, നമ്മളൊക്കെ ചിലപ്പോ ഓടും. From there it crept onto the table and moved towards the mirror. അവിടുന്ന് from there it crept, ക്രീപ്പിനെ അവിടുന്ന് ഇഴഞ്ഞിട്ട് എവിടേക്ക് പോയി, ക്രീപ്പിന്റെ ഫാസ്റ്റ് ആണ് crept ട്ടോ. crept എവിടേക്ക് പോയി, on to the table. അപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഇങ്ങനെ കയ്യുമെന്ന് ഇറങ്ങിയിട്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുക, ഈ കയ്യമ്മ ഇരിക്കുന്ന പാമ്പ് ഇഴഞ്ഞ് മടിയിന്ന് ടേബിളിലേക്ക് എത്തുകയാണ് അല്ലേ. അപ്പൊ ആ ഡോക്ടറിന്റെ ഒരു ധൈര്യം നോക്കുക, എങ്ങനെ ഇരുന്നിട്ടുണ്ടാവുക. onto the table and moved towards left ആംന്ന് ഇറങ്ങി ലാപ്പിൽ പോയി, ലാപ്പിനുള്ള മേശപ്പുറത്ത് കയറി. Perhaps it wanted to enjoy its reflection closer quarters. അപ്പൊ എന്താണ്, ഇപ്പം അടുത്ത കണ്ണാടി ദൂരത്തുനിന്നാ കണ്ടത് അല്ലേ. അപ്പൊ ഇപ്പൊ ഡോക്ടർ വിചാരിക്കുന്നു പാമ്പ് അല്ല പാമ്പിന്റെ കുറച്ചുകൂടി അടുത്തേക്ക് നിൽക്കുകയാണ്.
അപ്പൊ കണ്ണാടിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അപ്പൊ and move towards the mirror perhaps it wanted to enjoy its reflection at closer parts. ഡോക്ടർ വിചാരിക്കുന്ന കയ്യിൽ നിന്ന് ഇഴഞ്ഞു പോയിട്ട് എന്താണ് ഇഴഞ്ഞു പോയിട്ട് മേശപ്പുറത്ത് കണ്ണാടിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം അല്ലെ. ചിലപ്പോ എന്റെ പാമ്പിന്റെ ഭംഗി ഒന്നും കൂടി ക്ലോസർ ആയിട്ട് കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണെന്ന്. അങ്ങനെ അങ്ങനെ I was no mere ആദ്യം പാമ്പ് കയ്യിൽ ചുറ്റിയ സമയത്ത് സ്നോ മിയർ ഇമേജ് കാട്ടി. ഇപ്പൊ ഞാൻ പാമ്പ് കഴിഞ്ഞ് എവിടേക്കൊക്കെ ഗ്രാനൈറ്റ് ഒന്നല്ല ദേവി ജീവൻ വന്നു. I was suddenly a man of flesh and blood. പെട്ടെന്ന് എന്റെ രക്തവും മാംസമൊക്കെ ഉള്ള പോലെ തോന്നി. ഇപ്പൊ ഞാന് ഒരു ഗ്രാനൈറ്റ് പോലെ, ഗ്രാനൈറ്റ് കല്ല് പറഞ്ഞിരുന്നു എന്താണ് ഹി വാസ് ചേഞ്ച് ഇമേജ് ഇൻ ദ ഫ്ലാഷ്. I was no mere image cut in granite. I was suddenly a man of flesh and blood. So now when the snake was slithered into his lap and crept onto the table, the doctor got up from the chair. പാമ്പ് കയ്യിൽ നിന്ന് എഴഞ്ഞ് മടിത്തട്ടിലെത്തി. മടിത്തട്ടിന്ന് മേശപ്പുറത്ത് എത്തിയപ്പോഴേക്കും വേഗം കസാലയിന്ന് എണീറ്റു. വേഗം പതുക്കെ. I quietly went out through the door into the veranda. പുറത്തേക്ക് ഞാൻ പോയി വേഗം. From there I leapt. എന്താണ് വേഗം സ്പീഡിൽ ഓടി കുച്ചോടി into the yard and ran for all was worth. എന്താണ് എത്രയും പെട്ടെന്ന് ഞാൻ അവിടുന്ന് ഓടരാ ഓട്ടം. നിങ്ങൾക്ക് സിനിമയിലൊക്കെ കണ്ട പോലെ ഇതിലൊക്കെ കാണില്ലേ, അത്ര സ്പീഡില് ഡോക്ടർ അവിടുന്ന് ഓടി. എങ്ങനെയും ജീവൻ രക്ഷപ്പെട്ടു വിചാരിച്ചിട്ട് ഒറ്റ ഓട്ടം ആ ഡ്രസ്സിൽ തന്നെ. ഷൂ പറഞ്ഞ നമ്മള് കണ്ടിട്ടില്ല, ഷൂ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം മാഞ്ഞു പോണം, അങ്ങനത്തെ ഒരു ഓട്ടാണ് ഓടിയത്. ഈച്ച് ഓഫ് us. അപ്പൊ ഇതൊക്കെ എന്താണ് ഡോക്ടർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് ഫ്രണ്ട്സിനോട്. അപ്പോ ഞാൻ അങ്ങനെ ഓടി. അങ്ങനെ ഞാൻ ആ കഥ കേൾക്കണ ഇടയില് കഥ കഴിഞ്ഞു അപ്പൊ ഒക്കെ പറഞ്ഞിട്ട് ഈച്ച് ഓഫ് us, ഞങ്ങള് എല്ലാരും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ heaved a sigh of relief. ദീർഘ ശ്വാസം വലിച്ചു. സായ് അങ്ങനെ ശ്വാസം പേടിച്ച് നിന്നിട്ട് നമ്മള് ഒരു ശ്വാസം വലിച്ചില്ലേ, വലിക്കുന്ന അതാണ് റിലീഫ്, ആശ്വാസം. all of us lit PDs. അങ്ങനെ എല്ലാവരും കഥ ഇങ്ങനെ നല്ല ത്രില്ല് കേട്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു?
അങ്ങനെ പാമ്പ് അവിടുന്ന് ഓടി, ഡോക്ടറും രക്ഷപ്പെട്ടു, ഒരു ആശ്വാസം അവർക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, ഒരു ബീഡി കത്തിച്ചു. സംബഡി ആസ്റ്റ്, ആ കൂട്ടത്തിൽ ആരോ ചോദിച്ചു, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? അപ്പൊ എന്താ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഫാറ്റ് ആണോ? അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ഫാറ്റായ സ്ത്രീനെ കല്യാണം കഴിക്കുള്ളൂ, ഇപ്പൊ ഫാറ്റ് ആണോ? നോ, ദ ഡോക്ടർ സെഡ്. എന്താ ഡോക്ടർ പറഞ്ഞ്? നോ, നിന്റെ ഭാര്യ ഫാറ്റ് അല്ല. ഗോഡ് വിൽഡ് അതർവൈസ്, ദൈവത്തിന്റെ ആഗ്രഹം വേറെയായിരുന്നു. വിൽ പറഞ്ഞ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ പറയില്ലേ. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റ്. ഓ നല്ല എന്താണ് സ്പ്രിന്റ് ഭാര്യ തിന്നാണ്. അപ്പോ നല്ല സ്പീഡിൽ ഓടാൻ പറ്റണ ഒരു സ്ത്രീ കൂടിയാണ്. തിൻ റീഡി പേഴ്സൺ പറഞ്ഞ മെലിഞ്ഞ്, ഇത് ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റ്, വേഗം ഓടാൻ പറ്റണം. അപ്പൊ ഇവൻ വിചാരിച്ച എന്താണ്, ഫാറ്റ് ലേഡി ആവുമ്പോ വുമൺ ആയിരിക്കുമ്പോ എന്റെ പിന്നാലെ ഓടാൻ പറ്റും, ഞാൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്താല് എന്റെ പിന്നാലെ ഓടാൻ പറ്റരുതേന്ന്. പക്ഷെ എന്താണ്, ഇതിന് നേരെ തിരിച്ചാണ് ദൈവം എനിക്ക് തന്നത്. മെലിഞ്ഞൊരു ഭാര്യനെ ലൈഫ് കമ്പാനിയൻ തന്ന്, ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റ്, നല്ല സ്പീഡിലൊക്കെ ഓടാൻ പറ്റണ അങ്ങനത്തെ ഒക്കെ ഒരു സ്ത്രീനെയാണ് എനിക്ക് തന്നത്. Someone else asked, Doctor, when you ran, did the snake follow you? ആരും അതിലത്തെ ഒരു വിഡ്ഢിത്തര ചോദ്യം ചോദിച്ചു. ഡോക്ടറെ, നിങ്ങൾ ഓടിയോ, പിന്നാലെ പാമ്പും ഓടി വന്നോ? പാമ്പ് കണ്ണാടിന്റെ മുമ്പിൽ ഇരിക്കുന്നു മേശപ്പുറത്ത് അല്ലേ. അപ്പൊ ഡോക്ടർ അവിടുന്ന് ഓട്ടം ഓടിയാണ്. അപ്പൊ ഇന്ന് ഈ കഥ കേൾക്കണ ആൾക്കാരെന്ന് ഒരാൾ ചോദിക്കാണ്, പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തോന്ന്. The doctor replied, എന്താണ് ഡോക്ടർ പറഞ്ഞത്? ഐ റാൻ ആൻഡ് റാൻ, ഞാൻ ഓടണം ഓട്ടം, നിന്നൊന്നുമില്ല എവിടെ. എന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് ആ ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ എവിടെ ഞാൻ പോയി നിന്നത്? Till I reached a friend's house, ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് വന്ന് നിന്നത്. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്ത്? ഐ സ്മിയർഡ് പറഞ്ഞ മേലൊക്കെ എണ്ണ തേച്ചു. ഓയിൽ, സ്മിയർഡ് മീൻസ് ഇങ്ങനെ പെരട്ടുക കേട്ടോ. ടു സ്പ്രെഡ് ഓയിൽ, എണ്ണയൊക്കെ തേച്ച് കുളിക്കില്ലേ അതിലൊക്കെ. ഐ സ്മിയർഡ് ടു സ്പ്രെഡ് ഓയിൽ, എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ തീരുമാനിച്ചു. ഓൾ ഓവർ മൈ സെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്, എന്താണ് ചെയ്തത്? ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈ സെൽഫ്, എണ്ണ മേലൊക്കെ ഞാൻ തേച്ച് എന്ത് ചെയ്തു? ആൻഡ് ടുക്ക് എ ബാത്ത്. I changed into fresh clothes. I changed into fresh clothes. പിന്നെ ഞാൻ വേഗം ഫ്രഷ് കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ തേച്ച് നല്ല സുന്ദരകുട്ടപ്പനായി. എന്താണ്, കുളിച്ച് റെഡി ആയിട്ട് എന്ത് ചെയ്തു? പുതിയ ഡ്രസ്സ്, വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടു. The next morning at about 8:30, അടുത്ത ദിവസം, തലേന്ന് രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടായ സംഭവമാണ്. 10 മണിക്ക് ആണ് ഉണ്ടാവണേ അല്ലേ. ഇതാ സമയം. At what time the snake coiled? Exact time after 10 o'clock ആണ്. Exact time പറയില്ല. After 10 o'clock he was ready to go to bed. അങ്ങനെ അവിടുന്ന് ഓടി പിറ്റേ ദിവസം എങ്ങനെയാണ്? The next morning at about 8:30 I took my friend. അടുത്ത ദിവസം 8:30 ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഒപ്പം ഞാൻ ആ റൂമിലേക്ക് തന്നെ പോയി. എന്റെ സാധനങ്ങളൊക്കെ പെറുക്കിയിരിക്കണ്ട. ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് 1 or 2 others to my, വേറെ കുറെ ആൾക്കാരെ, 2-3 ആൾക്കാരെ കൂട്ടിയിട്ടാണ് ഞാൻ ടു മൂവ് മൈ തിങ്സ് ഫ്രം ദർ, എന്റെ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി വേറെ റൂമോ വാടകയ്ക്ക് നോക്കാൻ എന്തെങ്കിലോ. അപ്പോ ഡോക്ടറിന് പോവാ പേടി ഒറ്റയ്ക്ക്. അങ്ങനെ എന്റെ ഫ്രണ്ടിനെയും വേറെ കൂട്ടുകാരെയും കൊണ്ടുപോയി ഒപ്പം. But we found we had little to carry. Some thief had removed most of my things. But we found we had little to carry. പക്ഷെ ചെന്നപ്പോ അതിൽ തന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ റൂമിൽ. എന്തൊക്കെയുള്ളത്? ഒരു കോട്ട്, ഷർട്ട്, ധോത്തി, ഒരു പെട്ടി, അതിൽ കുറച്ച് പുസ്തകം, 60 രൂപയും, പിന്നെ മേശ, കസാല, ഒരു മിറർ ഉണ്ട്, കെറോസിൻ ലാമ്പ് ഉണ്ട്.
കെറോസിൻ ലാമ്പ് ഉണ്ട്, ഇത്രയും സാധനങ്ങളോ. അപ്പൊ ഡോക്ടർ പറയും അതിലും കുറഞ്ഞു ഇപ്പൊ സാധനങ്ങൾ ഒന്നുമില്ല എടുക്കാൻ. മൂവ് മൈ തിങ്സ് ഫ്രം മീ there, but we found we had little to carry. അപ്പൊ തിരിച്ചു എടുക്കാൻ ഒന്നും ഇല്ല. Move my things from there, but we found we had little to carry. ഒന്നും കാര്യമായിട്ട് എടുക്കാനില്ല. Some thief had removed most of my things. എന്താ ചെയ്തെന്ന്? ഒരു കള്ളൻ, തീഫ് പറഞ്ഞ കള്ളൻ വന്ന് എന്റെ റൂമത്തെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി. അതുകൊണ്ട് ഒന്നുമില്ല. അല്ല തന്നെ കുറച്ച് സാധനങ്ങൾ കയ്യിലെണ്ണ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. Some thief had removed most of my things. The room had been cleaned out. റൂം വൃത്തിയായി കിടക്കണം, ഒന്നുമില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. But not really. The thief had left behind one thing as a final insult. ഇപ്പൊ എന്താ കള്ളൻ ചെയ്തെന്ന്? എനിക്ക് അപമാനമായിട്ട് ഒരു സാധനം ആ റൂമിൽ ഇട്ടുപോയി. What was that? I asked. എന്തായിരുന്നു അത്? ഈ കഥയിലൊക്കെ പറയണം, ഇതിൽ ചോദിക്കാണ്. What was that? I asked. The doctor said, my vest, the dirty one. എന്താ പറഞ്ഞ? എന്റെ ബനിയൻ. വെസ്റ്റ് പറഞ്ഞ എന്താണ്? ബനിയൻ. The dirty one. Dirty പറഞ്ഞ ചളി നിറഞ്ഞ് വൃത്തിയില്ലാത്ത ബനിയൻ മാത്രം അവിടെ എന്താണ് കള്ളൻ അവിടെ ഇട്ടുപോയി. അതിപ്പോ കൂട്ടുകാരും ഇവരൊക്കെ വന്നപ്പോ കണ്ടിട്ടുണ്ടാവും, എല്ലാം കട്ടുകൊണ്ടുപോയില്ല. പക്ഷെ അതിന്റെ ആ മുഷിഞ്ഞ ബനിയൻ മാത്രം ഒരു ഇൻസൾട്ട് ആയിട്ട് ബാക്കിയുള്ളവർ കാണും ചെയ്യില്ല, അയ്യേ ഇത് മാത്രം കള്ളൻ കൊണ്ടുപോയിട്ടില്ല. The fellow had such a sense of cleanness. Fellow means ഇവിടെ ആരാണ് ഫെല്ലോ? ആ കള്ളന് എന്താണ് വൃത്തിന്റെ ഇത് ബോധമൊക്കെ ഉണ്ട്. സെൻസ് ഓഫ് ക്ലീൻ, അങ്ങനത്തെ ബോധമുള്ള ഒരു കള്ളൻ തന്നെയാണ്. അത് വൃത്തിയില്ല കണ്ടപ്പോ അത് അവിടെ ഇട്ടുപോയി. The rascal could have taken it. ആ ആൾക്ക് റാസ്കലിന് ഈ ഈ ബനിയനും കൊണ്ടുപോയി കൂടായിരുന്നില്ലേ? And used it after washing it with soap and water. അത് എന്താണ് വാട്ടറും സോപ്പും ഒക്കെ ആയിട്ട് കഴുകി ബനിയൻ കഴുകിയിട്ട് ധരിച്ചുകൂടായിരുന്നില്ലേ? Did you see the snake the next day, doctor? അങ്ങനെ അവർ ചോദിക്കുകയാണ് എല്ലാരും. നിങ്ങള് ഇപ്പോ ഡോക്ടർ പറയാണ്, നിങ്ങൾ അടുത്ത ദിവസം പോയപ്പോ പാമ്പിനെ കണ്ടോന്ന്? The doctor laughed. I have never seen it since. It was a snake which was taken with its own beauty. എന്താ പറയണ? ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയാണ്, പിന്നെ ഞാൻ ആ പാമ്പിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ആ പാമ്പിന്റെ സൗന്ദര്യത്തില് മുഴുകി പോയിട്ടുണ്ടാവുന്നു. വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ആ പാമ്പിന്റെ സൗന്ദര്യത്തിൽ കണ്ണാടിയിൽ സൗന്ദര്യം കണ്ടപ്പോ അതില് മുഴുകി പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആ പാമ്പിനെ ഒരിക്കലും കണ്ടില്ല. ഇതാണ് മനോഹരമായ ഒരു ഹ്യൂമറസ് സ്റ്റോറിയാണ്. എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇത് ഹാസ്യ രൂപത്തില് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മള് പാമ്പിനെയൊക്കെ കണ്ട പേടിയാവും അല്ലെ? പക്ഷെ ഇവിടെ അതിന് ഇങ്ങനെയാണ്, എത്ര മനോഹരമായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ചത്. ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? വി അബ്ദുള്ള. അപ്പൊ ഇവിടെ ഡോക്ടർ ഫ്രണ്ടിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് എവിടേക്ക് എത്തും? സാധനങ്ങൾ പെറുക്കാനായിട്ട് പഴയ വാടക റൂമിലേക്ക് എത്തുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നത്. The thief has stolen everything, but he has left one thing as a final insult. What was that? The vest, the dirty vest. മുഷിഞ്ഞ എന്താണ് ബനിയനായിരുന്നു, അതായിരുന്നു അവിടെ ഇട്ടുപോകുന്നത്. അപ്പൊ ഡോക്ടർ വിചാരിക്കുകയാണ്, ആ തീഫിന് ഇത് സോപ്പും വാട്ടറും വെച്ച് കഴുകിയിട്ട് ഉപയോഗിക്കായിരുന്നു, ഇതും കൂടി കൊണ്ടുപോയിക്കൂടെ, ഇത് എന്തിനാ ഇവിടെ ഇട്ട് പോയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഡോക്ടറോട് ചോദിക്കുകയാണ്, പിന്നെ പാമ്പിനെ പിന്നീട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒരു പാമ്പ് കണ്ണാടിയില് അതിന്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടാവുക, അത് വീണ് പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നീട് ഞാൻ ആ പാമ്പിനെ കണ്ടിട്ടില്ല. ഈ സ്റ്റോറി എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ he presents the story in a humorous way.
ഹാസ്യ രൂപത്തിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എവിടെയാണ് ഇത് ഡോക്ടർ ലുക്ഡ് ഇൻ ടു എവിടെ നോക്കിയത്? കണ്ണാടിയിൽ അല്ലെ. ഹൗ വാസ് ഹർ വൈഫ് കമ്പാനിയൻ? ഷി വാസ് ഫാറ്റ് ഓർ തിൻ? എങ്ങനത്തെ ഭാര്യയാണ് കല്യാണം കഴിച്ചത്? തടിയില്ലാത്ത. ആദ്യം ആഗ്രഹിച്ചത് എങ്ങനത്തെയായിരുന്നു? തടിയുള്ള ഭാര്യനെ, ഫാറ്റ് വുമണിനെ കല്യാണം കഴിക്കും. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഹി മാരീഡ് എ തിൻ വുമൺ. ആൻഡ് അതർ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പറയണില്ല. വെദർ ഷി വാസ് എ ഡോക്ടർ, ദാറ്റ് ദേ ആർ നോട്ട് മെൻഷനിങ് ഹിയർ. അതൊന്നും പറയണില്ല ഇവിടെ. ഡോക്ടർ ആണോ, പ്ലെന്റി ഓഫ് മണി ഉള്ള റിച്ച് ഫാമിലി എന്നാണോ എന്നൊന്നും പറയണില്ല. ബട്ട് ഷീ ഈസ് തിൻ. And where he goes after the snake moves away from his body, he goes to the, എവിടേക്കാണ് ഓടിപ്പോണത്? He goes to the friend's house. പിന്നെ what will happen when the doctor move ചെയ്ത് എന്താ സംഭവിക്കുക? The snake will bit him. അല്ലെ? പാമ്പ് അനങ്ങിക്കഴിഞ്ഞ എന്താ? പാമ്പ് കൊത്തും. പിന്നെ what he imagines if the snake bites him, പാമ്പ് കടിക്കുകയാണെങ്കിൽ എന്താണ്? There is no medicine in the room and I don't know what medicine I should take. ഏത് മരുന്നാണ് ഞാൻ എടുക്കേണ്ടതും പിന്നെ അത്യാവശ്യമുള്ള ഒരു മരുന്നും ഈ റൂമിൽ ഇല്ല. പിന്നെ ആരാണ് സാധനങ്ങൾ? who has removed the things from the room? The thief. And what the thief had left behind in the room? A dirty vest. The doctor was a great admirer of beauty. സൗന്ദര്യബോധമുള്ള ഒരു ഡോക്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ കണ്ണാടിന്റെ മുമ്പിൽ എന്തൊക്കെയാണ് പറയണ, മുടിയൊക്കെ ചീന്തി വഴവൊക്കെ എടുത്ത് ശരിക്കും മുടിയൊക്കെ ചീന്തിയിട്ട് ഡിസിഷൻ എടുക്കുകയാണ്. എപ്പോഴും എന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. കീപ് സ്മൈലിംഗ് and I will grow thin mustache and I will shave daily and I will keep an attractive smile always so that I should look handsome. After all, I am a bachelor and a doctor. Bachelor means unmarried man. So unmarried man നമ്മൾ എന്ത് പറയണു? Bachelor. പിന്നെ and he will marry a fat woman and she should be a woman doctor and she should have a plenty of money and good medical practice. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ലാസ്റ്റ് ഇതൊക്കെ ആണോ എന്ന് ചോദിച്ചാല് കിട്ടണത്. അതുപോലെ എവിടെ where was the doctor sitting? The doctor was sitting on the chair. Chair. And what did he took out from the box? He took out a book. What is the name of the book? The book's name is Materia Medica. And what are things he had in his room? റൂമിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു? See the picture. പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് what are things you have in the picture. One mirror is there. Then you can see on their clothing line. Clothing line തുണി തോരിട്ട സ്ഥലത്ത് എന്തൊക്കെയാണ്? ഒരു കോട്ട്, ധോത്തി, ഒരു ഷർട്ട് ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്, കണ്ണാടി, പുസ്തകം, then ടേബിൾ, ചെയർ, then ഈ ബോക്സ് ഇസ് ദർ, പിന്നെ ബെഡ് ഉണ്ട് പറയുന്നുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ റൂമിൽ കാണുന്നത്. അപ്പൊ അറ്റ് അറൗണ്ട് 10 o'clock ആണ് ഈ സംഭവം നടക്കണത്. പാമ്പ് വന്ന് വീഴണത്. അപ്പൊ പാമ്പിന് എങ്ങനെയുണ്ട് ഇതില് author വൈക്കം മുഹമ്മദ് ബഷീർ is describing the snake as a rubber tube. അല്ലെ, റബ്ബർ ട്യൂബും പിന്നെ എന്താണ്? റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ വയർ. സോറി, മോൾട്ടൺ ഫയർ. ചൂടുള്ള തീന്റെ പോലെ. എങ്ങനെയാണ് പാമ്പ് ചുറ്റിയപ്പോ നല്ല തീയിലിട്ട റോഡുകൾ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മള് ആ റോഡ് നമ്മള് ശരീരത്തിൽ വെച്ച എങ്ങനെ ഉണ്ടാവും? ഭയങ്കര വേദനയും സഹിക്കാൻ പറ്റും. അതുപോലെയായിരുന്നു പാമ്പ് ചുറ്റിയിട്ടുണ്ടായിരുന്നത്.
ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഹ്യൂമറസ് വേയിൽ എങ്ങനെയൊക്കെയാണ് ഈ കഥ അവതരിപ്പിച്ചില്ല. ഹ്യൂമറസ് മാനറിൽ എഴുതുമ്പോൾ ഒന്ന് നമ്മളുടെ ഡിസിഷൻസ് എഴുതണം. അതില് ഫാറ്റ് വുമൺ എന്താണ് ഇതിൽ സില്ലി തെറ്റുകൾ ചെയ്തതിന്റെ പിന്നാലെ ഓടാൻ പറ്റും. ഇതൊക്കെ ഹാസ്യരൂപമാണ്. പിന്നെ നമ്മളുടെ കള്ളൻ അവിടെ ഇട്ടുപോയ മുഷിഞ്ഞ ബനിയനും അതോ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. ഹ്യൂമറസ് ഇതില് എങ്ങനെയാണ് കള്ളൻ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി പക്ഷെ ആ മുഷിഞ്ഞ ബനിയൻ അവിടെ ഇട്ടുപോയത്. അപ്പൊ ഡിസിഷൻസ് എടുക്കുന്നതും പിന്നെ ഇതും ബനിയന്റെ കാര്യം ഇതും നിങ്ങളുടെ ഹാസ്യരൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചത്. പിന്നെ പാമ്പ് കണ്ണാടിന്റെ മുമ്പിൽ വന്ന് നോക്കണത് 16ാമത്തെ പാരഗ്രാഫിലുണ്ട്. എങ്ങനെയാണ് അതും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. പാമ്പ് ആദ്യമായിട്ടാണ് the doctor is imagining that for the first time the snake is seeing his beauty and the snake is admiring his own beauty. സ്വന്തം എന്നിട്ട് ചിലപ്പോ തീരുമാനം എടുക്കാൻ ഞാൻ മുസ്റ്റാച്ച് മീൻസ് മീശ വളർത്തണോ പൊട്ട് തൊടണോ കൺമഷി ഇടണോ എന്നൊക്കെ തീരുമാനിക്കാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഹ്യൂമറസ് വേയില് ഉൾപ്പെടുത്താം. അപ്പൊ ഹ്യൂമറസ് വേയില് ഡോക്ടർ ഡിസിഷൻസ് കല്യാണത്തിനെ കുറിച്ചിട്ട് ഡിസിഷൻസും പിന്നെ സ്മൈലിംഗ് ഫേസും അതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ പാമ്പിന്റെ ഡിസിഷൻസും പിന്നെ ഇത് എന്താണ് കള്ളൻ അവിടെ ആ ബനിയൻ ഇട്ട് പോയതും ഇതൊക്കെയാണ് ഇതില് ഹ്യൂമറസ് ഹൗ ദ വൈക്കം മുഹമ്മദ് ബഷീർ പ്രസൻസ് ദ സ്റ്റോറി. അപ്പൊ ഇത് ഹ്യൂമറസ് എലിമെന്റ്സ് ആണ് ഇതിലത്തെ സ്നേക്ക് ആൻഡ് ദ മിററിൽ. പിന്നെ നമുക്കൊന്നൊരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഡോക്ടർ ദ ഹോമിയോപ്പതി ഡോക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് എന്താണ്? ഈസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി അല്ലേ, ആൻഡ് he's alone. He has he's living in a small rented house. It is not electrified. പിന്നെ എന്തൊക്കെയാണ്? he has a few things in his he has few belongings. കുറച്ച് സാധനങ്ങളെ മാത്രമേ കയ്യിലുള്ളൂ. 60 rupees in his suitcase, shirts and dhotis, പിന്നെ ഒരു കോട്ട്, ഇതൊക്കെയുള്ളൂ. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടറിന് എന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ആദ്യം ഇതൊക്കെ എഴുതാം. പിന്നെ he was shared the room was in which room he was living, it was shared by the traffic of rats. അത്രയും റാറ്റ്സിന്റെ ഒക്കെ കൂട്ടത്തിന്റെ ഇടയിലായിരുന്നു ഡോക്ടർ റൂം ഷെയർ ചെയ്തിരുന്നത്. പിന്നെ എന്തായിരുന്നു ഇതില് പറയാനുള്ളത്? പിന്നെ ഡിസിഷനെ കുറിച്ച് പറയാം, ബുക്കിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് മുടി ചെയ്യുന്നത്. അപ്പൊ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ കല്യാണത്തിന്റെ കാര്യം പറയാം. പിന്നെ ഹൗ ദ സ്നേക്ക് when the snake coiled his left arm, ആ സമയത്ത് he was to change into stone image in the flesh. അതൊക്കെ എഴുതാൻ കേട്ടോ ക്യാരക്ടർ സ്കെച്ച്. he sit holding his breath. ശ്വാസം പിടിച്ചു വെച്ചിട്ടാണ് ഇരുന്ന്. he was very much afraid if he move the snake will bite him. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താം. പ്രധാനപ്പെട്ട he was a great admirer of beauty and he combs his hair and looks into the mirror and takes decisions. What are the 3 or 4 decisions ഉണ്ട്, അത് ഫുള്ള് എഴുതണം. പിന്നെ പാമ്പ് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ അയാളെ ഇരുത്താം, ശ്വാസം പിടിച്ചു വെച്ചിട്ട് കല്ല് പോലെ ആവണതും, പിന്നെ പാമ്പ് എന്താണ് കയ്യിൽ നിന്ന് എഴഞ്ഞ് മടിയിൽ വന്ന് മേശപ്പുറത്ത് വന്നിരിക്കുന്നതും ഒക്കെ എന്താണ് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് എഴുതണം. പിന്നെ നോക്കി അത് ഇറങ്ങി പോരുമ്പോ എഴഞ്ഞ് കണ്ണാടിന്റെ മുമ്പിൽ എത്തുമ്പോ ഡോക്ടർ വിചാരിക്കുകയാണ് പാമ്പിന്റെ ഭംഗി കാണുകയാണ്.
ഇതാണ് ഇതിലത്തെ സ്റ്റോറി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് ഒന്നുകൂടി, ഹു ഈസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ അല്ലെ? ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്? ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നു. ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ. പിന്നെ ആരാണ് ഹൂ ഇസ് ദ മെയിൻ ക്യാരക്ടർ? ഞാൻ പറഞ്ഞു ഡോക്ടറാണ് അല്ലെ. അതിൽ കമ്പാരിസൺ എന്തെങ്കിലും നടത്താൻ പറ്റുമോ നമുക്ക്? സ്നേക്കും ഡോക്ടറിനും തമ്മിൽ രണ്ടുപേരും ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലെ. രണ്ടുപേരും ഭംഗി നോക്കുകയാണ്. പക്ഷെ ഡോക്ടറിന് അറിയില്ല അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന്. പാമ്പ് ഇപ്പൊ രണ്ടുപേരും കണ്ണാടിന് മുമ്പിൽ വന്ന് നോക്കുന്നുണ്ട്. ഇതാണ് ഒരു കമ്പാരിസൺ ഇത് ചെയ്യുമ്പോൾ തന്നെയുള്ളൂ സെയിം ആയിട്ടുള്ള കാര്യം. വേറെ പിന്നെ റൂം ഷെയർ ചെയ്യുന്നതും, പാമ്പ് ചിലപ്പോൾ അതിൽ റൂം ഷെയർ ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് വൈ ഹി ഹിയേഴ്സ് എ സിമിലർ സൗണ്ട്സ് ഡെയിലി. ഇന്ന് സെയിം സൗണ്ട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഹീസ് യൂസ്ഡ്, അത് ശീലമായിരുന്നു ആ സൗണ്ട് റൂമിന്റെ ഉള്ളിൽ നിന്ന് എലികളുടെ ഓട്ടം. പിന്നെ അപ്പൊ ഹു ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ? ഇതില് സ്നേക്കും ആരൊക്കെയാണ്? ഡോക്ടറും. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റോറിയിലാണ് നമ്മുടെ പാമ്പ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് അല്ലേ. ഫസ്റ്റ് ഹാഫിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ പാമ്പ് വന്ന് ചുറ്റുമ്പോഴാണ് സെക്കൻഡ് പാർട്ടിൽ എന്ത് വരുന്നു? സ്നേക്ക് മെയിൻ ക്യാരക്ടർ ആയിട്ട്. പക്ഷെ ഇൻ ദ ഹോൾ സ്റ്റോറി ഹു ഇസ് ദ പ്രൊട്ടാഗണിസ്റ്റിന്റെ മെയിൻ ക്യാരക്ടർ ഡോക്ടർ തന്നെയാണ് കേട്ടോ. ഹോമിയോപ്പതി ഡോക്ടർ, ഹോമിയോപാത്ത്. പിന്നെ വേർ ഹി വാസ് living in a small rented room. And how was the climate? It was very hot and it is hot summer night. Along with the doctor, the room was shared by the ഡോക്ടറിന്റെ ഒപ്പം തന്നെ ആരായിരുന്നു റൂം ഷെയർ ചെയ്തിരുന്നത്? റാറ്റ്സ്. വാട്ട് ഡിഡ് ദ ഡോക്ടർ ടേക്ക് ഔട്ട് ഫ്രം ദ ബോക്സ്? ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എന്താ എടുത്തത്? ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? മെറ്റീരിയ മെഡിക്ക. ഇപ്പൊ മെഡിസിൻ ഒക്കെ പഠിക്കുന്ന നമ്മള് ഡോക്ടർമാരൊക്കെ റിഫർ ചെയ്യണ ടെക്സ്റ്റ് ബുക്ക് ആവും. പിന്നെ ഹൗ മെനി റുപ്പീസ് ദ ഡോക്ടർ ഹാഡ് ഇൻ ഹിസ് സൂട്ട് കേസ്? എത്രയാണ്? 60 rupees. എന്താണ് മീനിങ് ഓഫ് ബാച്ചുലർ? അൺമാരീഡ്. എന്താണ് ബാച്ചുലറിന്റെ മീനിങ്? അൺമാരീഡ് വുമൺ എന്താ പറയാ? സ്പിൻസ്റ്റർ. അതുപോലെ ഫ്രേസൽ വെർബ്സ് ഉണ്ട്. ടുക്ക് ഓഫ് പറഞ്ഞാല് took off his coat and ചൂട് കാരണം ഭക്ഷണം കഴിച്ച് റെസ്റ്റോറന്റ്. ഫ്രം വേർ ഹി ടുക്ക് ഹിസ് മീൽസ്? എവിടുന്ന ഭക്ഷണം കഴിച്ചത്? റെസ്റ്റോറന്റ്. അങ്ങനെ വന്ന് he took off his black coat, white shirt and not so white vest. നമ്മള് 4ാമത്തെ പാരഗ്രാഫ് തന്നെ പറയുന്നുണ്ട് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. അത്ര വെളുത്തതൊന്നുമല്ല. അപ്പൊ മുഷിഞ്ഞ ബനിയനാണ് അവിടെ. അത് വെറുതെ അല്ല കള്ളൻ അവിടെ ഇട്ടുപോയത് അത്. അപ്പൊ ടുക്ക് ഓഫ് പറഞ്ഞ ടു റിമൂവ്, ഊരി വെക്കുക. ടുക്ക് ഓഫ് ഫ്രേസൽ വെർബ് ആണ്. ടുക്ക് ഓഫ് പറഞ്ഞ ടു റിമൂവ്. പിന്നെ ദ ഡോക്ടർ ലുക്ഡ് ഇൻ ടു ദ, എവിടേക്കാ പിന്നെന്താ നോക്കിയത്? മിററിൽ നോക്കിയിട്ട് ഭംഗിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തു അല്ലേ. പിന്നെ whom did the doctor get marry? ആരെ കല്യാണം കഴിക്കുക പറഞ്ഞത്? തീരുമാനം എടുത്തത് to a woman doctor. And what kind of a woman does the doctor marry? എങ്ങനത്തെ സ്ത്രീനെയാണ് കല്യാണം കഴിക്കുക? A fat woman. ടെക്സ്റ്റ് നന്നായി വായിക്കണം, എന്നാലേ നമുക്ക് ഓരോ ഡിസിഷൻസ് എടുത്തതും എവിടേക്ക് ഹ്യൂമറസ് എലിമെന്റ്സ് ഉപയോഗിച്ചതൊക്കെ അറിയുള്ളൂ. പിന്നെ where did the doctor go when the snake moved towards the mirror? പാമ്പ് എഴഞ്ഞ് മേശപ്പുറത്തെത്തിയപ്പോഴേക്കും എങ്ങോട്ടാണ് ഡോക്ടർ വേഗം ഓടിയത്? ടു ദ ഫ്രണ്ട്സ് ഹൗസ്. പിന്നെ പാമ്പ് ഏത് കയ്യിലാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത്? ഇൻ വിച്ച് ഹാൻഡ്? in the left arm above the elbow. Left arm above the elbow. മുട്ടിന്റെ മുകളിൽ, കൈയിന്റെ മുട്ടിന്റെ മുകളിലായിട്ടാണ് പാമ്പ് ചുറ്റിട്ടുണ്ടായിരുന്നത്. വാട്ട് കോൾഡ് അറൌണ്ട് ദ ഡോക്ടേഴ്സ് ലെഫ്റ്റ് ആം? ആ കയ്യിൽ എന്തായിരുന്നു ചുറ്റിട്ടുണ്ടായിരുന്നത്? ലെഫ്റ്റ് ആമിൽ എന്തോ ചുറ്റിയത്. എന്തായിരുന്നു? ഈ സ്നേക്ക്. ആൻഡ് ഹൗ ദ സ്നേക്ക് ഈസ് കമ്പയർഡ് ടു എ റബ്ബർ ട്യൂബ് ആൻഡ് എ
a rod made of molten fire. ഇങ്ങനെയാണ് കമ്പാരിസൺ നടത്തിന്. A rubber tube and a rod made ഫയർ. മോൾട്ടൻ പറഞ്ഞ ഉരുക്കിയ തീയിൽ നമ്മൾ ഉരുക്കിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ചൂടും ആ ഇങ്ങനെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഭയങ്കര വേദന തോന്നും. പിന്നെ വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ ഡോക്ടർ മൂവ്. ഡോക്ടർ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സ്നേക്ക് കുത്തൂല്ലേ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരുന്നു? ഹി വാസ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. അപ്പൊ അത് കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. ഹൗ വാസ് ദ ഡോക്ടർ ചേഞ്ച്ഡ് ഇൻ ടു വെൻ ദ സ്നേക്ക് കോയിൽഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ആം. ലെഫ്റ്റ് ആമിൽ ചുറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? ഹി വാസ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. സ്റ്റോൺ ഇമേജ് പറഞ്ഞാൽ കല്ല് പോലെയായി. മാംസം ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നിശ്ചലമായിട്ടുള്ള മാംസമായിട്ടുള്ള പുറം ശരീരം കല്ല് പോലെയാണ്. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക. ഹി വാസ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. പിന്നെ എന്തായിരുന്നു? പിന്നെ പാമ്പിനെ രണ്ടു തരം വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതും പഠിക്കണം. പിന്നെ എന്താണ് ഡോക്ടർ എന്താണ് പാമ്പ് എഴഞ്ഞ് കണ്ണാടിന്റെ മുമ്പിൽ പോയി നിൽക്കണ പാമ്പിന്റെ തോട്ട്സ്, ചിന്തകളും എഴുതണം. തോട്ട്സ് പറയുമ്പോ പാമ്പ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, പാമ്പ് ആദ്യമായിട്ടാണ് ഈ കണ്ണാടി കാണുന്നത്. പിന്നെ പാമ്പ് തീരുമാനിച്ചിട്ടുണ്ടാവും ഞാനും മൊസ്റ്റാച്ചും ഐ ഷാഡോ എന്താ മസ്കാരയൊക്കെ തൊട്ട് നല്ല മനോഹരമായി ഭംഗി ഇന്ത്യൻ മുഖത്താക്കണം എന്നൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. തോട്ട്സ് ഓഫ് സ്നേക്സ് എഴുതാം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും വരാൻ സാധ്യത. അതുപോലെ പാമ്പ് അഴിഞ്ഞു പോയിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ട് അന്നത്തെ ഡയറി, ഡോക്ടർ റൈറ്റ്സ് ദ ഡയറി അബൌട്ട് ഹൗ ഹി ഫേസ് ദ സ്നേക്ക്. എങ്ങനെയാ സ്നേക്ക് ആയിട്ട്. അപ്പൊ ആ ഡയറി ഡോക്ടർ എഴുതുന്ന ഡയറി നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആയി വെച്ചിട്ട് എഴുതണം. ഡോക്ടർ എഴുതുന്ന പോലെ I was sitting on the chair, suddenly some sound heard and a snake coiled on his my left arm. I was very much afraid. I was turned into stone. അങ്ങനെ സിമ്പിൾ സെന്റൻസിൽ എഴുതാം. ഇതിൽ ഡയറി, തോട്ട്സ്, പിന്നെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്, ഹ്യൂമറസ് എലിമെന്റ്സ്, ഈ ചോദ്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ ചോദ്യം. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഹോമിയോപ്പതി ഡോക്ടറുണ്ട്. പിന്നെ കോൺവെർസേഷന് ഇതില് ആര് തമ്മിലാ വരെ? ഫ്രണ്ടിന്റെ വീട്ടിലേക്കല്ലേ ഓടിപ്പോണത്. ഫ്രണ്ടും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷന് എഴുതുക. എങ്ങനെയാണ് ഇപ്പോ ഡോക്ടർ പറയാണ്, യു ഷുഡ് ഹെൽപ്പ് മീ ആൻഡ് ദ ഫ്രണ്ട് ഈസ് ആസ്കിങ് വാട്ട് ഹാപ്പൻഡ് ആൻഡ് വൈ യു ആർ അഫ്രേഡ്. സ്നേക്ക് കോയിൽഡ്. ഡോക്ടർ പറയുന്ന ഡയലോഗാണ്, ഐ വാസ് വെരി മച്ച് അഫ്രേഡ് ആൻഡ് a snake coiled on my left arm and the snake now slithered away and I got up and ran to your house. അങ്ങനെ ഫ്രണ്ടും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷനും ഇതൊന്ന് ചോദിക്കാൻ പറ്റുന്നത് ഒരു സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ ഡയറി, കോൺവെർസേഷൻ, ക്യാരക്ടർ സ്കെച്ച്, തോട്ട്സ് ആൻഡ് ലെറ്റർ ആൾസോ ദർ. He sends a letter to his friend describing about his experience. എങ്ങനെയാണ് ഈ അനുഭവം ഒരു ഫ്രണ്ട് തമ്മിൽ പങ്ക് വെക്കുകയാണ്. So that's the end of the class.